ന്യൂയോർക്കിൽ പുരോഗമിക്കുന്ന ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 9ാം റൗണ്ട് പോരാട്ടത്തിന് നിലവിലെ ചാമ്പ്യൻ മാഗ്നസ് കാൾസൻ എത്തിയത് ജീൻസ് ധരിച്ച്. ഫിഡയുടെ ഡ്രസ് കോഡിന് വിരുദ്ധമാണ് കാൾസന്റെ വസ്ത്രധാരണമെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് ആർബിട്രേറ്റർ $200 പിഴയിട്ടു. കാൾസനോട് വസ്ത്രം മാറിയെത്താനും ഫിഡയുടെ നിർദ്ദേശം. എന്നാൽ പിഴയൊടുക്കാനും വസ്ത്രം മാറ്റിവരാനും തയ്യാറല്ലെന്നായിരുന്നു കാൾസന്റെ മറുപടി. ഇതോടെ ഡ്രസ് കോഡ് ലംഘനത്തിന് കാൾസനെ ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഫിഡെ അയോഗ്യനാക്കി. ഫിഡെ നടപടിയിൽ ക്ഷുഭിതനായ കാൾസൻ ഫ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിനും താൻ ഇല്ലെന്ന് തുറന്നടിച്ചു. പിന്നാലെയാണ് ഫിഡയുടെ വിശദീകരണം എത്തിയത്. ചെസ്സിലെ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായാണ് വസ്ത്രധാരണ ചട്ടം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജീൻസ്, അശ്ലീല ചിത്രങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങൾ, സ്പോർട്സ് ഷൂ, സൺഗ്ലാസ് തുടങ്ങിയവ ധരിക്കാൻ പാടില്ല എന്നത് കാലങ്ങളായുള്ള ചട്ടമാണ്. ഇക്കാര്യം ഓരോ ചാമ്പ്യൻഷിപ്പിന് മുമ്പും താരങ്ങളോട് വിശദീകരിക്കാറുമുണ്ട്. കഴിഞ്ഞ ദിവസം സ്പോർട്സ് ഷൂ ധരിച്ചെത്തിയ ഇയാൻ നിപ്പോംനിഷയ്ക്കെതിരെയും ഫിഡെ പിഴയിട്ടിരുന്നു. നിയമം എല്ലാവർക്കും ബാധകമെന്നും ഫിഡെ. ലോക റാപ്പിഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പുകളുടെ കഴിഞ്ഞ 2 എഡിഷനുകളിലെയും ചാമ്പ്യനാണ് നോർവേക്കാരനായ മാഗ്നസ് കാൾസൻ. സ്പോർട്സ് ഡെസ്ക് 24.